തൃശൂർ ചാലക്കുടിയിൽ യുവതി ട്രെയിനിൽ നിന്ന് പുഴയിൽ ചാടി. നിലമ്പൂർ കോട്ടയം പാസഞ്ചറിൽ നിന്നാണ് യുവതി ചാലക്കുടി പുഴയിലേക്ക് ചാടിയത്. യുവതിക്കായി തെരച്ചിൽ തുടരുകയാണ്. അനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. അനീഷ, എന്താണ് സംഭവം? തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തുടരുക തന്നെയല്ലേ? കാളിദാസ, തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. നിലമ്പൂരിൽ നിന്നും കോട്ടയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പാസഞ്ചർ ട്രെയിനിൽ നിന്നാണ് ഈ യുവതി പുഴയിലേക്ക് എടുത്ത് ചാടിയത്. ഈ ട്രെയിൻ ചാലക്കുടി ഈ പുഴയ്ക്ക് മുകളിലെത്തിയപ്പോഴാണ് സംഭവം ഉണ്ടായത്. വൈകിട്ട് 7 മണിയോടെയാണ് ഈ ട്രെയിൻ ചാലക്കുടി പുഴ കടന്നു പോകുന്ന ഒരു സമയം. ഈ സമയത്തായിരുന്നു യുവതി ഈ ട്രെയിനിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും പുഴയിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു. സഹയാത്രികരും സമീപത്തുണ്ടായിരുന്ന പ്രദേശവാസികളും ഈ യുവതി പുഴയിലേക്ക് ചാടുന്നത് കണ്ടിരുന്നു. ഇവരാണ് ഈ സംഭവം പോലീസിനെ അറിയിച്ചത്. നിലവിലിപ്പോൾ ചാലക്കുടി ഫയർഫോഴ്സിന്റെയും അതുപോലെ പോലീസിന്റെയും നേതൃത്വത്തിലൊക്കെ ഈ പ്രദേശത്തൊക്കെ തെരച്ചിൽ നടത്തുകയാണ് പുഴയിൽ. പക്ഷേ മഴക്കാലമായതിനാൽ നമുക്കറിയാം വലിയ രീതിയിലാണ് ഈ ചാലക്കുടി പുഴയിൽ വെള്ളമുള്ളത്. മാത്രമല്ല വലിയ അടിയൊഴുക്കുമുണ്ട്. ഇതെല്ലാം പ്രതികൂലമായി തെരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല രാത്രി സമയമാണ്, വെളിച്ചത്തിന്റെ പരിമിതിയും തെരച്ചിലിനെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. സംഭവം അറിഞ്ഞ് തൃശ്ശൂരിൽ നിന്നും റെയിൽവേ പോലീസും ചാലക്കുടിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള തെരച്ചിൽ തന്നെയാണ് യുവതിക്കായി ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാളിദാസ്, അനീഷ, ഈ യുവതിയുടെ കൂടെ ആരും ഇല്ലായിരുന്നോ? അല്ലെങ്കിൽ യുവതി ഒറ്റയ്ക്കായിരുന്നു സഞ്ചരിച്ചിരുന്നത്? ഈ ഒരു സഹയാത്രികർ നൽകുന്ന വിവരങ്ങൾ ഒക്കെ നമുക്ക് ലഭിച്ചോ? എന്താണ് ഈ യുവതി? ആരാണ് യുവതി? എവിടെ നിന്നാണ് യുവതി? എങ്ങനെയായിരുന്നു അത്രയും നേരം ഈ ഒരു ഇത്തരത്തിലൊരു ശ്രമത്തിന് മുമ്പുള്ള യുവതിയുടെ പെരുമാറ്റം, അതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളൊക്കെ നമുക്ക് ലഭിച്ചോ? അത്തരം വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. കാരണം കാളിദാസ്, ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നാണ് ചാടിയത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ ട്രെയിനിനുള്ളിൽ തന്നെയാണ്. അവർക്ക് ഇവിടേക്ക് ഇറങ്ങാനൊന്നും കഴിഞ്ഞിട്ടില്ല. അവർ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ തന്നെ ഇരുന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതായി പോലീസിനെ വിവരം അറിയിക്കുന്നത്. ഈ യുവതി ചെറുതുരുത്തിയിലെ ഒരു സ്കൂൾ അധ്യാപികയാണെന്നുള്ള ഒരു സൂചന ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഉറപ്പിക്കാറായിട്ടില്ല. അത്തരത്തിലൊരു സൂചന മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. എന്താണ് ഇത്തരത്തിൽ ഈ യുവതിയെ ഇത്തരത്തിൽ ഉള്ളൊരു കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ അറിയേണ്ടതുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാളിദാസ്, ശരി അനീഷ്, ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് നമുക്ക് ഈ ഒരു വാർത്തയിലേക്ക് എത്തേണ്ടതാണ്. അനീഷും ആ വിവരങ്ങളുമായി ചേരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിലവിൽ ലഭിക്കുന്ന ചെറിയ സൂചനകൾ, വളരെ ചെറിയ സൂചനകളാണ്. അതിൽ തന്നെ വ്യക്തത വന്നിട്ടില്ല. ഈ ചാടിയ യുവതി അധ്യാപികയാണ് എന്നുള്ള തരത്തിൽ ചില സൂചനകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അത് സ്ഥിരീകരിക്കാറായിട്ടില്ല എന്നുള്ളതും കൂടിയുണ്ട്. സഹയാത്രികരുടെ ചില പ്രതികരണങ്ങളൊക്കെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ട്രെയിൻ അവിടെ നിർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹയാത്രികരോടൊന്നും നമുക്ക് അങ്ങനെ പ്രതികരണം ചോദിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും കൂടിയുണ്ട്. എന്തായാലും യുവതി ട്രെയിനിൽ നിന്ന് ചാടിയിരിക്കുന്നു പുഴയിലേക്ക്. തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ് പ്രദേശത്ത് എന്നുള്ളതും കൂടിയുണ്ട്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.